നമസ്കാരം. നമ്മുടെ തിരക്കുകൾക്കിടയിൽ കേരളത്തിന്റെ അതിർത്തികളിൽ കാവൽ നിൽക്കുന്ന ആ പച്ച പുതുപ്പിനെ കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട്? ഭാരതത്തിന്റെ തെക്കേ അറ്റത്ത് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ നീണ്ടു കിടക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൂടെ കടന്നു പോകുന്ന പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗട്ട്സ് വെറുമൊരു മലനിരയല്ല, അത് ഈ നാടിന്റെ തന്നെ ശ്വാസമാണ്. ഇന്ന് പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള ചില വസ്തുതകളാണ് പങ്കുവയ്ക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മലനിരയായ ഹിമാലയത്തെക്കാൾ പഴക്കമുണ്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിന് അഥവാ വെസ്റ്റേൺ ഗട്ട്സിന്. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചൊന്ന് നോക്കാം. ഇവിടെയുള്ള 5000-ലധികം സസ്യങ്ങളിൽ പകുതിയോളവും വന്യജീവികളിൽ ഭൂരിഭാഗവും ലോകത്ത് മറ്റൊരിടത്തും കാണാത്തവയാണ്. ഇതിനെയാണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്, അതായത് പശ്ചിമഘട്ടത്തിന്റെ മാത്രം സ്വന്തമായിട്ടുള്ള സ്പീഷീസുകൾ. അതുകൊണ്ടാണ് യുനെസ്കോ ഇതിനെ ലോകത്തിലെ 8 അതീവ പ്രാധാന്യമുള്ള പരിസ്ഥിതി മേഖലകളിൽ ഒന്നായി പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഈ മലനിരകളാണ്. അറബിക്കടലിൽ നിന്ന് വരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മേഘങ്ങളെ തടഞ്ഞു നിർത്തി ദക്ഷിണേന്ത്യയിലുടനീളം മഴ പെയ്യിപ്പിക്കുന്നത് ഈ കാടുകളാണ്. കൃഷ്ണ, കാവേരി, പെരിയാർ തുടങ്ങി ഭാരതത്തിലെ പ്രധാനപ്പെട്ട 40-ലധികം നദികളുടെ ജന്മസ്ഥലവും നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ്, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ കാടുകളാണ്. പക്ഷേ ഇന്ന് മനുഷ്യന്റെ അമിതമായ ഇടപെടലുകൾ കാരണം ഈ മഹത്തായ ജൈവ വൈവിധ്യ വ്യവസ്ഥ വലിയ ഭീഷണിയിലാണ്. പശ്ചിമഘട്ടത്തിന് ഒരു പോറലേറ്റാൽ പോലും അത് തകിടം മറിക്കുന്നത് നമ്മുടെ വികസനങ്ങളെയല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും തലമുറയ്ക്ക് ഇതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ കാടുകളെ നമ്മൾ അറിയണം, പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം. ഈ ചാനലിലൂടെ വരും ദിവസങ്ങളിൽ പശ്ചിമഘട്ടത്തിലെ അപൂർവമായ കാഴ്ചകളും വന്യജീവികളുടെ അതിജീവന കഥകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും. ഈ യാത്രയിൽ പങ്കാളിയാവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. പ്രകൃതിയെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക.